ഹായ് ഗ്ലാംസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലാമരു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആണെന്ന് എനിക്ക് 100% ഉറപ്പായിട്ടുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ എൻ്റെ മുടിയുടെ അവസ്ഥ ഒന്ന് നോക്കിക്കോ, ഒന്ന് ലൈറ്റായിട്ട് ചൊറിഞ്ഞാൽ പോലെ ഇങ്ങനെയാണ് ഡാൻഡ്രഫ് വരുന്നത്. തല മൊത്തം ഡാൻഡ്രഫ് കാരണം നമുക്ക് ചൊറിച്ചിലും കൊണ്ട് കൂടാതെ തന്നെ നമ്മൾ ഏത് ഡ്രസ്സ് ഇട്ടാലും കഴുത്തിലും ഡ്രസ്സിലൊക്കെ ഈ താഴ്ന്ന് ഇങ്ങനെ വന്ന് വീണക്കും. ഭയങ്കര ബുദ്ധിമുട്ടൊരു അവസ്ഥയിലായിരുന്നു എനിക്കിപ്പോൾ. ഞാൻ അങ്ങനെ യൂഷ്വലായിട്ട് ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റെമഡി കണ്ടത്. അതെന്തായാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഞാൻ എന്താ ട്രൈ ചെയ്തെന്ന്. ആകെ ഒരേ ഒരു ഐറ്റം മതി നമുക്ക് ഈ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി. ഇതാ ഇഞ്ചി. ഞാൻ ഇത്രയും കഷ്ണത്തിലൊരു ഇഞ്ചി എടുത്ത് പക്ഷെ നല്ലോണം വാഷ് ചെയ്യണം. നിങ്ങൾ പീൽ ചെയ്യണമെന്ന് ആവശ്യമൊന്നുമില്ല, പക്ഷെ വാഷ് ചെയ്താൽ മതി. വാഷ് ചെയ്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഞാനത് ഗ്രൈൻഡ് ചെയ്ത് ഇങ്ങനത്തെ ഒരു പരുവത്തിലെടുത്തു. ഇതിൻ്റെ കൂടെ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ നന്നായിട്ട് അത് ഫിൽറ്റർ ചെയ്ത് ഇത് കണക്കത്തൊരു ബോട്ടിലേക്ക് ഞാനത് ഫില്ല് ചെയ്ത് വെച്ചു. ഇങ്ങനത്തെ ബോട്ടിൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് നോർമലി നമ്മുടെ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം നമ്മുടെ സ്കാൽപ്പിലേക്ക് പരട്ടി കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ബോട്ടിലില്ലെങ്കിലും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ടോണർ നന്നായിട്ട് ഉപയോഗിച്ചതിന് ശേഷം മസാജ് ചെയ്ത് കൊടുക്കണം. മസാജ് ചെയ്ത് എല്ലായിടത്തും നന്നായിട്ട് ഇത് പുരട്ടി കൊടുക്കണം. കാരണം എല്ലാ സ്ഥലങ്ങളിലും ഡാൻഡ്രഫ് ഉള്ളിടത്തെല്ലാം ഇത് പുരട്ടണം കേട്ടോ. ഇത് പുരട്ടി കഴിഞ്ഞ് ഏകദേശം ഒരു 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഞാനിത് തലയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. തലയിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഷാമ്പു ആണോ യൂസ് ചെയ്യുന്നത് ആ ഷാമ്പു വെച്ച് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ പൊന്നു മക്കളെ നിങ്ങൾ ലൈവായിട്ട് കാണും ഇതിൻ്റെ റിസൾട്ട്. ഇതിന് മുമ്പ് എൻ്റെ തലയോട്ട് എങ്ങനെ ഇരുന്നതായിരുന്നു, ഇപ്പം എങ്ങനെയാണ് ഇരിക്കുന്നതെന്നൊക്കെ നിങ്ങളൊന്ന് നോക്കിക്കേ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇപ്പം നനഞ്ഞിരിക്കുന്നതുകൊണ്ടായിരിക്കും ഈ ഡാൻഡ്രഫ് അറിയാൻ പറ്റുന്നത്. അല്ല, ഞാൻ മുടി ഡ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കി നിങ്ങളിപ്പം നെട്ടും നിങ്ങളെല്ലാം. കാരണം ഞാൻ ഒരു തവണ ഷോക്കിംഗ് ആയിട്ടുള്ളതാണ് ഇതിൻ്റെ റിസൾട്ട്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ട്വൈസ് ഇൻ എ വീക്ക് നിങ്ങൾ ചെയ്താൽ നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഈ ഡാൻഡ്രഫിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഒരു തവണ യൂസ് ചെയ്തതിന് ശേഷം പിന്നെ അങ്ങ് നിങ്ങൾ 2-3 മാസം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാൻ വിചാരിക്കരുത്. കാരണം അറ്റ്ലീസ്റ്റ് ഒരു ട്വൈസ് ഇൻ എ വീക്ക് എങ്കിലും നമ്മളിത് ചെയ്യണം. വളരെ അടിപൊളി ഒരു റിസൾട്ടാണ് കിട്ടിയത്. എനിക്ക് ഭയങ്കര ഞാൻ വേറെ ഒരു പ്രോഡക്റ്റും എനിക്ക് ഡാൻഡ്രഫിൻ്റെ പ്രോഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയില്ല. ഇച്ചിങ് നല്ല കുറവുണ്ട്, എല്ലാം നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടത് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം. ബൈ.